ഓൾ. എൻ്റെ പേര് വേദിക എന്നാണ്. അപ്പം ഞാൻ മൈൻഡ് ട്രസ്റ്റിലെ ഒരു മെമ്പറാണ്. ഇന്ന് നമ്മളാണെങ്കിൽ ഏറെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മൈൻഡ് ജേൾസിന്റെ ആദ്യത്തെ ഇന്ററാക്റ്റീവ് സെഷനാണ് ഇന്ന്. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന് ഗസ്റ്റായി വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ജലി ചേച്ചിയാണ്. ചേച്ചിയോട് സംസാരിക്കാനായി എല്ലാവരും റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞൊന്നും നീട്ടുന്നൊന്നുമില്ല. ഇനിയും നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൈൻഡിൽ പലരുടെയും ഇൻസ്പിറേഷനായ അഞ്ജലി ചേച്ചിയുടെ വാക്കുകൾ നമുക്കെന്നാ കേൾക്കാം. അഞ്ജലി ചേച്ചിയോട് ചോദ്യം ചോദിക്കാനായി ആദ്യം ഞാൻ ജയനക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. ജയന. ഹലോ ചേച്ചി. ഹായ് ജയനക്കുട്ടി. ഹായ്. ഞാൻ ചോദിക്കാൻ തുടങ്ങാൻ പോവാണ്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും സപ്പോർട്ടാണോ? എൻ്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയനും അനിയത്തിയാണ് ഉള്ളത്. പിന്നെ ഇപ്പം കഴിഞ്ഞ മാസം അനിയന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അവന്റെ വൈഫും ഉണ്ട്. പക്ഷെ ഇപ്പം വീട്ടില് ഞാനും അച്ഛനും അമ്മയും പിന്നെ ഒരു ചേച്ചിയുണ്ട്. അനിയനും അനിയത്തിയും അനിയന്റെ വൈഫും പുറത്താണ് അവര് ജോലി ചെയ്യുന്നത്. എൻ്റെ അനിയത്തി UK-യിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട്. അതുപോലെ അനിയൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അവന്റെ വൈഫ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ വീട്ടിൽ ഇപ്പം കറന്റ് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഒരു ചേച്ചിയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് വീട്ടിൽ. അവരൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. എന്ത് പറഞ്ഞാലും നല്ല സപ്പോർട്ടാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളുടെ പേരൻസിന്റെ സപ്പോർട്ട് കൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നല്ല സപ്പോർട്ടാണ് വീട്ടില്. ചേച്ചിയുടെ സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ നേരിട്ട് പോയാണോ പഠിച്ചിരുന്നത്? ആരാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്? സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമൊക്കെ തന്നെ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നടന്ന് ആണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ. പിന്നെ ചെറുതായിട്ടൊക്കെ കാലുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. അന്നേരത്തിനും പിന്നെ ഓട്ടോയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോയിട്ട് തന്നെ പഠിച്ചത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് സ്കൂളിൽ നിന്നൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തു തരും. പിന്നെ നമ്മളെ ബെഞ്ചിൽ നിന്നൊക്കെ എഴുന്നേൽക്കാനൊക്കെ സഹായിക്കും. അപ്പൊ ആ കൂട്ടുകാരി തന്നെ എന്നെ ഞാൻ LP UP ഒക്കെ കഴിഞ്ഞ് ഹൈസ്കൂളിലോട്ട് കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ ആദ്യം പേരൻസ് വിചാരിച്ച് സ്കൂളിൽ വിട്ടൊന്നും പഠിപ്പിക്കണ്ട, വീട്ടിലിരിക്കാം. അപ്പൊ ഈ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നത് കൊണ്ട് അവള് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പോയിട്ടാണ് പഠിച്ചത്. അപ്പൊ ലിനി എന്നാണ് അവളുടെ പേര്, ആ ചേച്ചിയുടെ പേര്. അപ്പൊ ആ ചേച്ചിയുടെ കൂടെ ഓട്ടോയിലാണ് അത് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓട്ടോയിലേക്കൊക്കെ എന്നെ എടുത്ത് ആ ചേച്ചി കയറ്റും. എന്നിട്ട് അവിടുന്ന് സ്കൂളിലേക്ക് ബെഞ്ചിലേക്ക് കൊണ്ടുയിരുത്തും. പിന്നെ ഫുഡൊക്കെ എടുത്തു തരും. അങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സ്കൂള് കഴിഞ്ഞിട്ട് കോളേജിലും ആ ചേച്ചി ഉണ്ടായിരുന്നു. പ്ലസ് ടു സമയത്ത് വേറെ ഫ്രണ്ട്സ് ആയിരുന്നു. അവളുടെ വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചത് ആ കൂട്ടുകാരി. അത് കഴിഞ്ഞിട്ട് കോളേജിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. PGക്ക് ആ സമയത്താണ് അവൾ PGയുടെ സമയത്തും ഒരുമിച്ചല്ലായിരുന്നു. വേറെ കോളേജിലാണ് അവൾ പഠിച്ചത്. അങ്ങനെയൊക്കെയായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ചേച്ചിയുടെ സ്കൂളിലും വീടിന്റെ അടുത്തും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇടയ്ക്കൊക്കെ തോന്നും. കാരണം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിൽ. പിന്നെ നമ്മൾ പള്ളിയിൽ പോകും, ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകും, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂളിൽ എത്തുമ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഫോണിൽ കൂടെ വിളിക്കാം, എന്തെങ്കിലും ചോദിക്കാം ഫ്രണ്ട്സിനെ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് വേറെ പുറത്ത് പോയിട്ട് കളിക്കാനൊന്നും പറ്റില്ലല്ലോ.
നമ്മൾ വീട്ടിലിരുന്നിട്ടാ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ദൂരേക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി കളിക്കാനൊക്കെ പറ്റാതിരിക്കുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മറക്കും. ലൈക്ക് ഞാൻ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരച്ചോണ്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും പേപ്പറൊക്കെ വെച്ചിട്ട്. പിന്നെ ഫ്ലവേഴ്സ് അത് ഇത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, കളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സങ്കടം തോന്നത്തില്ല. പിന്നെ സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഒരു കൂട്ടുകാരിയുണ്ട്, അപ്പൊ അവൾ ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് വരും, കളിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് ദൂരെയാണ് വീട്. അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ അഞ്ജലി ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമ്മുടെ അഞ്ജന ചേച്ചിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹായ് അഞ്ജന അഞ്ജന. ഹായ് ചേച്ചി. അഞ്ജന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ +2. അല്ല ഓക്കെ, +1. ഇനി +2ലേക്കാ അതെയോ? ഇനി +1ലേക്ക്. ഓക്കെ. ചേച്ചി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള, ചേച്ചി എത്ര നാൾ ഇവിടെ വരാൻ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ലിസ്റ്റ് ഇന്ന് ഈ മീറ്റിംഗ് തീരത്തില്ല. പ്രധാനമായിട്ടും ഇപ്പം ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ അച്ഛനും അമ്മ, ഇപ്പൊ ഞാൻ പറഞ്ഞ അനിയനും അനിയത്തിയും മാത്രമല്ല, എൻ്റയർ ഫാമിലി, അതായത് അച്ഛൻ്റെ ഫാമിലിയിലുള്ളവരാണെങ്കിലും അമ്മയുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും എല്ലാവരും നമ്മൾ സപ്പോർട്ടാണ്. എന്ത് ചെയ്താലും നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആയിക്കോട്ടെ, അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് അവരെല്ലാവരും നല്ല സപ്പോർട്ടാ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകാനും പോയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നത് ആക്ച്വലി. ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം പങ്കുവെക്കൂ. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട്. ഒരുപാട് സമയം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് +2ന്റെ റിസൾട്ട് വന്നപ്പം വളരെ സന്തോഷം തോന്നി. 10ാം ക്ലാസ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു മാർക്കിലും എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ +2ന്റെ സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് തന്നെ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്കൊരു സമ്മാനം അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് എനിക്ക് +2ന്റെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയൊരു അവസരം അതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യ ഇൻക്ലൂഷൻ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ആ ഒരു സമയത്തും വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയിരുന്നു. ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒന്ന് വിശദീകരിക്കൂ. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാവർക്കും ഉള്ള പോലത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ ഗോളായിട്ടുള്ള ഒരു സ്വപ്നമാണ് നമ്മുടെ ഈ ഒരു അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും ഒരു സ്വപ്നമാണ്. നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകണം. നമ്മളെപ്പോലെ വീൽ ചെയറിൽ ആരും ഇരിക്കാൻ പാടില്ല എന്നൊരു സ്വപ്നമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, വേറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്. വേറെ കൂടുതൽ ആനിമേഷനിലേക്കും വീഡിയോ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു വലിയൊരു, നമുക്ക് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് ഉണ്ടാവും. ഒന്ന് ലോങ് ടേം ഗോൾ, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന സ്വപ്നം. അതുപോലെ ഷോർട്ട് ടൈം, കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് ഗോൾസ് ഉണ്ടാവും. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസിലാണ്. അതായത് നമ്മൾ ഇനി അടുത്ത കുറച്ചൊരു 2-3 മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അതിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും സ്വപ്നം അതിന് വലിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ചോ, എനിക്കൊരു പഠിച്ച് ജോലി കിട്ടണം എന്ന്. ആ ഒരു സ്വപ്നം ചിലപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുമോ,
അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇപ്പം സെറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ അടുത്ത 2-3 മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. ഇപ്പം കറന്റ്ലി നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ അഭിനയിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഈ ഒരു വർഷം എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് അച്ചീവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ലോങ് ടേം ഗോളിലേക്കുള്ള ആ ഒരു ഈസി ആകും ആ ഒരു പാത്ത്. അടുത്തതായിട്ട് അഞ്ജലി ചേച്ചി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വരുന്നത് നമ്മുടെ വൈഷ്ണവയാണ്. ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ വൈഷു ചോദിക്കാനിരുന്ന ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ വേദു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അഞ്ജലി ചേച്ചിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ആരായിരുന്നു പ്രചോദനം? എങ്ങനെയാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന മേഖലയിലേക്ക് വന്നത്? ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രചോദനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആളിനെ എടുത്തു പറയാൻ എനിക്ക് അങ്ങനെ ആരും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഞാൻ അങ്ങനെ ആരും എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും ആരുമില്ല. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അതായത് കളേഴ്സ് ഒക്കെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ കളർ അടിക്കാനും പെയിന്റ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് കൂടുതലായിട്ട് ഞാൻ വരച്ചിട്ടൊന്നുമില്ല. നമ്മുടേതായ ഒരു ചെറിയ ഡ്രോയിങ് ബുക്ക് ഒക്കെ എല്ലാവർക്കും കാണുമല്ലോ, അതിൻ്റെ അകത്തൊക്കെ വരയ്ക്കുമായിരുന്നു. അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലും ഞാൻ ചെറുതായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പൊ പള്ളിയിലൊക്കെ പാട്ട് പാടും. അപ്പം പാട്ടിനായിരുന്നു വീട്ടിലുള്ളവരാണെങ്കിലും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കലോത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും. അതുപോലെ ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കീബോർഡ് വായിക്കാനാണെങ്കിലും അതിലൊക്കെയാണ് കൂടുതലും വീട്ടിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ ചെറുതായി നമ്മൾ കൂടുതലും വരയ്ക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഈ ഫ്ലവേഴ്സ് മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ. നമ്മളിപ്പോൾ അസൈൻമെന്റ് ഒക്കെ സ്കൂളിൽ വെക്കുമ്പോൾ ഞാൻ ആ ഫ്രണ്ട് കവർ പേജ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറയും. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ടീച്ചേഴ്സ് അപ്രിഷിയേറ്റ് ചെയ്യും. അതൊക്കെ എനിക്ക് ചെറിയ ചെറിയ പ്രചോദനങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ വിചാരം ആർട്ടിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതിന് പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആർട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊന്നും ഞാൻ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുകയൊന്നുമില്ല, വരച്ചു നോക്കുകയൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ വരച്ചു നോക്കും, ചിലതൊക്കെ നല്ലതാകും. അതെങ്ങനെയോ നല്ലതാകുന്നതാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് പിന്നെ വരയ്ക്കുകയൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന നമ്മൾ വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയങ്ങളിലൊക്കെയാണ് മെല്ലെ മെല്ലെ വരയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അക്രിലിക് പെയിന്റ്, അതുപോലെ ആദ്യം പെൻസിൽ ചെറുതായിട്ട് ചെയ്യും, പിന്നെ ഡൂഡിൽസ് പേനയൊക്കെ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വരച്ച് പിന്നെ അതിലേക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈക്കൊക്കെ പ്രശ്നം കുറച്ചും കൂടെ വീക്കാകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഡിജിറ്റൽ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ ഡിജിറ്റൽ ഫോണോ അല്ലെങ്കിൽ ഐപാഡോ അല്ലെങ്കിൽ ടാബ്ലറ്റ് അതിൻ്റെ അകത്തൊക്കെ വരച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാമോ? ഓക്കെ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പം പേനയും പേപ്പറൊക്കെ യൂസ് ചെയ്ത് സാധാരണ വരയ്ക്കില്ലേ, ഇതേപോലെ തന്നെ പേനയും പേപ്പറിന് പകരം നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ്, അതായത് ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈവൻ ഫോൺ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലൊക്കെ വരയ്ക്കുന്നതിനെയാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് ആക്ച്വലി പറയുന്നത്. ഡിജിറ്റൽ പെയിന്റിംഗ് തന്നെ പലതരത്തിലുണ്ട്. നമ്മളിപ്പം ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ട് ഇല്ലുസ്ട്രേഷൻസ്, വെക്ടർ ആർട്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് നമുക്ക് എങ്ങനെ പെൻസിൽ ഇപ്പൊ ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെൻസിൽ ഒക്കെ വെച്ചിട്ട് ഒരു പേപ്പറിൽ വരയ്ക്കുന്നത് പോലെ അതേ ഒരു എഫക്റ്റിൽ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ചെയ്യുന്നതിന് പകരം ഡിജിറ്റൽ ഡിവൈസിൽ വരയ്ക്കുന്നതിനെയാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഡിജിറ്റൽ പെയിന്റിംഗ് വഴി എങ്ങനെയാണ് ഒരു വരുമാനം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തത്?
അത് ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. വരയ്ക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആദ്യം വരയ്ക്കുമ്പോൾ എനിക്ക് ചിലത് ഇഷ്ടപ്പെടും. അത് ഞാൻ ചിലപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇടും. അപ്പൊ എല്ലാരും പറയും നല്ലതാന്നൊക്കെ പറയും. അന്നേരം ഞാൻ വിചാരിച്ചു അവര് ചുമ്മാ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാന്ന് വിചാരിക്കും. ആദ്യമൊന്നും അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ പിന്നെ വരച്ച് ഇട്ടപ്പോഴും പിന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെയാ വരയ്ക്കുന്നത്, നല്ല രസമുണ്ടല്ലോ, ഞങ്ങൾക്കും വരച്ചു തരുവോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആദ്യം ഞാൻ പോസ്റ്റ് പോലും ചെയ്യത്തില്ലായിരുന്നു. വരച്ച കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. കാരണം എന്റെ വിചാരം നമ്മൾ വരയ്ക്കുന്നതൊന്നും ശരിയല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെയൊന്നും അല്ല നമുക്ക് വരയ്ക്കാം. ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് മാത്രമേ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, നമ്മൾ വരയ്ക്കുന്നതെല്ലാം തെറ്റാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇപ്പൊ പഠിച്ച ആളുകൾക്ക് ഒരു റൂൾസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മളുടെ എന്താ പറയാ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമോഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ആർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പോസ്റ്റ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നമുക്കിങ്ങനെ ചെയ്തു തരുമോ. ആദ്യമൊക്കെ നമ്മൾ അന്നേരം ഒരു ഇൻകം എന്നൊരു ഇതിലേക്കല്ല, നമ്മളങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും. പിന്നീട് ഇത് ഒരു ഇൻകം എന്നുള്ള ഒരു നിലയിലേക്ക്, അതായത് ചെറിയൊരു ഇതിനകത്ത് നിന്ന് ഒരു ഏണിംഗ് കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും അതൊരു മെയിൻ ഇതായിട്ട് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ചെറുതായിട്ട് വരയ്ക്കാനൊക്കെ തുടങ്ങിയത്. അതിൽ നിന്നൊരു ഇൻകം. അതിനുശേഷം ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ മെയിനായിട്ടും കംപ്ലീറ്റ്ലി ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ആർട്ടിലേക്ക് വരുന്നത്. താങ്ക് യു ചേച്ചി. അപ്പം ഇനിയും അടുത്തതായിട്ട് ഒരു മനുഷ്യന്റെ ചിത്രം വരയ്ക്കാൻ എത്ര സമയം എടുക്കും? അതോടൊപ്പം എന്തൊക്കെ സാധനങ്ങൾ വേണം? കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ലൈക്ക് ഞാനിപ്പോ ഒരു ചിത്രമൊക്കെ വരയ്ക്കുന്നത് അത് ഓരോരുത്തരുടെയും ഓരോ പോലെ ആയിരിക്കും. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ ഞാനൊരു ഫേസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ 1-2 ദിവസം കൊണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ നല്ലൊരു മൂഡിലായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ഫുൾ ഡേ വരയ്ക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ. നമ്മൾ കുറച്ച് സമയം വരയ്ക്കും, പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെയാ പോകുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു നല്ല മൂഡിലായിരിക്കും. അപ്പം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും. അപ്പം ചിലപ്പം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്ത് തീർക്കാനും പറ്റാറുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാനും ഉണ്ട്. എത്ര കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 6 hours ഒക്കെ, ചിലപ്പം 3 to 6 hours ഒരു പോർട്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ചതുപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ ഫേസ് ഒക്കെ വരയ്ക്കുന്നത് ആണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം പോർട്രേറ്റ് ഒക്കെ ഒരു 3 to 6 hours, ഒരു 3 മുതൽ 6 മണിക്കൂർ വരെ. അത് ചിലപ്പം ഈ 3 മുതൽ 6 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം 10 മണിക്കൂറൊക്കെ ആവും. ചിലപ്പം അത്രയും സമയം എടുത്തിട്ട് ചെയ്തതും ഉണ്ട്. പിന്നെ ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നല്ല ടൈം എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? അത് ഞാൻ ഇപ്പം കറന്റ്ലി ചെയ്യുന്നത് ഐപാഡിലാണ്. ആപ്പിളിന്റെ ടാബ്ലറ്റ് ഐപാഡിലാണ് ചെയ്യുന്നത്. അപ്പൊ ഐപാഡിന്റെ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ സാധാരണ പേപ്പറും പെൻസിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. പിന്നെ അതിനോട് പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ റബ്ബർ, പിന്നെ സ്മൂത്ത് ചെയ്യുന്ന പേപ്പർ ആണെങ്കിൽ പേപ്പർ, അതിന്റെ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഡിജിറ്റൽ ആയതുകൊണ്ട് അതിന്റെ ഒരു പെന്നുണ്ട്. ഐപാഡിന്റെ പെന്നും ഐപാഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും നെക്സ്റ്റ് ചോദ്യം, വരച്ച ചിത്രം വിറ്റ് ആദ്യമായി പൈസ കിട്ടിയപ്പം ചേച്ചിയുടെ മനസ്സിൽ എന്തായിരുന്നു? എല്ലാവർക്കും തോന്നുന്നത് പോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമൊക്കെ നമ്മൾക്കതൊരു നമ്മുടെ മെയിൻ ഇൻകം സോഴ്സ് ആയി മാറുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ സൈഡായിട്ട് നമ്മൾ ചിലപ്പം പഠിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഇൻകം ആണല്ലോ. അപ്പൊ അത് നമുക്കൊരു സന്തോഷമാണ്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് വരച്ചൊരു ഏതാന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്തായാലും സന്തോഷമായിരിക്കുമല്ലോ. ഇനിയും നെക്സ്റ്റ് ചോദ്യം, ഇനി വരയ്ക്കേണ്ട വര നിർത്തിയേക്കാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അത് ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ ഇതുവരെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ട് ആവുന്ന ഒരു ഇത് വരയ്ക്കുമ്പോഴാണ്. നമുക്ക് ബോറടിച്ചിരിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതായിക്കോട്ടെ, നമ്മൾ നിങ്ങളാണെങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു മൂഡില്ല, അല്ലെങ്കിൽ ഇപ്പൊ കുറെ പഠിച്ച് മടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും ഒരു പേപ്പർ എടുത്തിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതൊരു നല്ലൊരു പ്രാക്ടീസാ. വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കളറിംഗ് ബുക്ക് ഉണ്ടാകുമല്ലോ. കളർ ചെയ്യുന്നത് അത് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനുള്ള ഒരു നല്ലൊരു ടെക്നിക്കും കൂടെയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം പറയാൻ പറ്റില്ല, എന്നെ പോലെ അന്നേരമായിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാനുണ്ട് കഴിവുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, അത് നിർത്താമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇനി തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് അഞ്ജലി ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ നമ്മുടെ അൻസനെ ക്ഷണിക്കുന്നു. ചേച്ചി നല്ല കമ്പനിയിൽ ജോലി ചെയ്യാൻ ചേച്ചിക്ക് അവസരം കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ച് ആർട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് നേരിട്ടത്? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. ഒപ്പം ഉണ്ടായിരുന്ന ആള് ഇവിടെ ഇരിക്കുന്ന എമി ചേച്ചിയാണ്. അവളൊരിക്കലും എതിർത്തിട്ടില്ല. പിന്നെ വീട്ടിലുള്ളവരും വലിയ കാര്യമായിട്ട് എതിർത്തിട്ടില്ല. പക്ഷെ നമ്മുടെ പുറത്തുള്ളവരാണ് കൂടുതലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, എന്തിനാണ് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു ജോലി, ഒരു കമ്പനി ഒരു ജോലി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥിര ഇൻകം ആണ്, വരുമാനം നമുക്കുണ്ടാവും. എല്ലാ മാസവും നമുക്ക് സാലറി വരും. അപ്പൊ നമുക്കൊരു സ്ഥിരം ഇൻകം ആയിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഫ്രീലാൻസ് ആണ്. അപ്പം നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമുക്ക് അതിന്റെ ഇൻകം വരുന്നത്. അത് ചിലപ്പം നമ്മുടെ കമ്പാരിറ്റീവ്ലി ചിലപ്പം കൂടുതലായിരിക്കും, ചിലപ്പം നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സാലറിനെക്കാട്ടും കുറവായിരിക്കും, ചിലപ്പം കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അതായിരുന്നു ഞാൻ മെയിനായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും അത് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പം അവര് പറയും, എന്തിനാ അത് ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞ് ഇനി വേറെ ജോലി നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ വീട്ടിൽ നിന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം വീട്ടില് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നതാണെങ്കിലും വരയ്ക്കുന്നതാണെങ്കിലും അവർക്ക് സന്തോഷമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരയ്ക്കാൻ നല്ല താല്പര്യം ഉള്ളവരാണ്. അപ്പൊ ചേച്ചിക്ക് ഞങ്ങൾക്ക് തരാൻ ഉള്ളൊരു അഡ്വൈസ് എന്താ? അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ എന്നെ പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളും വിചാരിക്കുന്നത്, ഞാൻ വരച്ചിട്ട് ഒരു ശരിയായില്ല. ചിലപ്പോൾ 1-2 പ്രാവശ്യം വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് രസമില്ലെന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ പടമൊക്കെ വരച്ചിട്ട് അച്ഛനും അമ്മേനെയൊക്കെ കാണിക്കുമ്പോൾ അവർ പറയും സൂപ്പറാന്ന് പറയും, അല്ലേ ജൈനക്കുട്ടി? പറയാറില്ല? പടം വരയ്ക്കാറുണ്ടോ ജൈന? ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ പടമൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സംഭവം ശരിയായിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യം ചിലപ്പം നോക്കി, ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ ഇമേജ് എടുത്തിട്ട് അത് കോപ്പി ചെയ്ത് വരയ്ക്കാൻ നോക്കും. നമ്മൾ കോപ്പി ചെയ്ത് വരയ്ക്കുമ്പോൾ എക്സാക്റ്റ് അതേപോലെ തന്നെ ആയിരിക്കുന്നൊന്നും ഇല്ല. നമ്മുടേതായ ഒരു രീതിയിലേക്ക് അത് വരും. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നല്ല ഐഡിയാസ് വരും. ഇന്നത് വരയ്ക്കാം, ഇന്ന കളേഴ്സിൽ വരയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് യൂട്യൂബ് ചാനൽസും ഇതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് വരയ്ക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പടങ്ങൾ നോക്കി നിങ്ങൾക്ക് അവരൊക്കെ എങ്ങനെയൊക്കെയാ ചെയ്യുന്നത്, നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ മതി. യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയൊക്കെയാ ഓരോ ടെക്നിക്കും, വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതിന്റെ, ഫേസ് ഒക്കെ വരയ്ക്കുന്നതിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ഒന്നും വരയ്ക്കണം എന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ വരയ്ക്കുന്ന മല, പൂവ്, കാട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരച്ച് പിന്നീട്
നമുക്ക് കുറച്ചും കൂടെ ടഫായിട്ടുള്ളതിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഡ്രോയിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഡെയിലി ഒരു 10 ദിവസം വരയ്ക്കാന്ന് വെച്ചോ. 10 ദിവസം നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ എങ്കിലും ഒരു ദിവസം വരയ്ക്കുമെന്ന് തീരുമാനം എടുത്തെന്ന് വെച്ചോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ പേജിനും വരച്ച് നമ്മൾ ആദ്യത്തെ പേജിൽ നിന്ന് 10ാമത്തെ ദിവസം എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു 10 ദിവസം എന്നുള്ളത് ഒരു 50 ദിവസവും ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു 100 ദിവസത്തെ ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ 1ാമത്തെ ദിവസത്തിൽ നിന്ന് വരച്ച ചിത്രവും അല്ലെങ്കിൽ 100ാമത്തെ ദിവസം വരച്ച ചിത്രമായിട്ട് ഭയങ്കര ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പല ആളുകളും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമ്മുടെ ഇതിങ്ങനെ നമ്മൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും എങ്ങനെയൊക്കെയാ വരയ്ക്കേണ്ടത്. ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകളും ഇനി വരച്ചിട്ടില്ലാത്ത ആളുകൾ ചുമ്മാ വരച്ച് നോക്കുക. ചിലപ്പം നമുക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെയുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ ചേച്ചി, ഇനി എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിക്ക് ഒത്തിരി അംഗീകാരം അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അവ ഏതൊക്കെയാണ് കിട്ടിയത്? എനിക്ക് ആദ്യമായിട്ട് ഒരു പബ്ലിക് ഒരു ഇത് കിട്ടുന്നത് പ്രജാഹിത ഫൗണ്ടേഷന്റെ വുമൻസ് ഡേയുടെ അവാർഡാണ്. 2021 തോന്നുന്നു വുമൻസ് ഡേയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഇറ്റലിയിൽ ഒരു പ്രദർശനത്തിൽ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ബെസ്റ്റ് പബ്ലിക് സെലക്ട് ചെയ്ത ഒരു പിക്ചറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇന്ത്യ ഇൻക്ലൂഷൻ ഫൗണ്ടേഷന്റെ ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ 11 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. അത് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം എന്നെയായിരുന്നു സെലക്ട് ചെയ്തത്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഇനിയും അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മുടെ ആമിനെ ക്ഷണിക്കുകയാണ്. ആമി. ഹായ് ആമി. ചേച്ചി സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തായിരുന്നു ആമിയുടെ ഇപ്രാവശ്യത്തെ? ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും സമയം നിങ്ങൾ ഇങ്ങോട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേ? എന്താ അവധിക്കാലത്ത് എന്തൊക്കെയാ ചെയ്തത്? അവധിക്കാലത്ത് എന്താ കുറച്ച് ട്രിപ്പൊക്കെ പോയി. പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പ് കയറിയപ്പോ എനിക്ക് കുറെ ടാസ്കും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ ബിഗ് ബോസ് ആയിരുന്നല്ലേ എമി? ടാസ്ക് ഒക്കെ തന്നിട്ട് ഓക്കെ, അടിച്ചു പൊളിച്ചു. ചോദിച്ചോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ഇന്ത്യൻ ഇൻക്ലൂഷൻ ഫൗണ്ടറിന്റെ ആർട്ട് ഫോർ ഇൻക്ലൂഷൻ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ എന്ത് അനുഭവമാണ് തോന്നിയത്? എനിക്ക് ആദ്യം ഇങ്ങനെ സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നെ ഒരു ജൂറി ആയിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ജഡ്ജായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു, എൻ്റെ ആർട്ട് കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ സെലക്ട് ആയി. അപ്പം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് 11 പേരെയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ആദ്യം ഞാൻ 1-2 പ്രാവശ്യം കൺഫേം ചെയ്ത് എന്നെ തന്നെ അല്ലേ വിളിച്ചതെന്ന്. അപ്പോൾ അത്രയും സന്തോഷവും ഒരു എന്താ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ സന്തോഷമായി. കാരണം അതൊരു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. തന്നെയല്ല നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക്
കൂടുതൽ സന്തോഷാഭിമാനവും തോന്നി. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു എൻ്റെ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ എക്സിബിഷൻ വെച്ചിട്ട് നമുക്ക് ഇൻ പേഴ്സൺ റിയൽ ആയിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ. അല്ലെങ്കിൽ ഇറ്റലിയിലൊക്കെ ആണെങ്കിലും പ്രദർശനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഓൺലൈൻ ആയിട്ടായിരുന്നു. എൻ്റെ പിക്ചേഴ്സ് കൊണ്ടുപോയി, പക്ഷെ ഞാൻ അവിടെ പോയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ കാണുന്നവരുടെ അഭിപ്രായം ഒക്കെ നമുക്ക് നേരിട്ട് കിട്ടുമ്പോൾ അത് അതിനെക്കാട്ടും കൂടുതൽ സന്തോഷമാണ് നമുക്ക്. ഓക്കെ ചേച്ചിയെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ? അവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ അങ്ങനെ കാര്യമായിട്ട് ഇതുവരെ ആരും അങ്ങനെ അവഗണിച്ചിട്ടില്ല. പക്ഷെ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ വിഷമം തോന്നും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ടോ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളെ അറിയത്തില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ വീട്ടിലോട്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചോദിക്കും, എന്താ പറ്റിയതാ, ഇതെന്താ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോ, പഠിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കും, അല്ലേ? അപ്പൊ നമ്മളും എല്ലാവരെയും പോലെയാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. അതുപോലെ തന്നെ ചിലപ്പം എന്താണ് പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ, കളിക്കാൻ പോകാൻ തോന്നാറുണ്ടോ, കുട്ടികളൊക്കെ നിങ്ങൾക്ക് സങ്കടം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ ഇതൊക്കെ നമ്മളെ അതിനെക്കാട്ടും കൂടുതൽ നമ്മളെ ഒരു ഭയങ്കര ഒരു സിമ്പതിയോടെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു സങ്കടം. അവഗണന അല്ല, നമ്മളെ കൂടുതൽ അവര് ഓവർ കെയർ ചെയ്യും ചിലപ്പം, അല്ലേ? അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോൾ നമ്മൾ വലുതായി കഴിയുമ്പോഴും നമ്മളിപ്പോ ഇവൻ സ്കൂളിൽ നിന്നാണെങ്കിൽ പോലും നമുക്കൊരു എക്സ്ട്രാ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ സ്കൂളില് നമ്മൾ എല്ലാവരും ഇപ്പൊ നമുക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യാതെയൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലത്തെ ഒരു റഷ് ഉണ്ടല്ലേ, രാവിലെ ചെന്നിട്ട് വേഗം ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് മാത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നിട്ടായിരിക്കും ചിലപ്പം ഹോംവർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും, അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹോംവർക്ക് മാത്സിലൊക്കെ നന്നായിട്ടുള്ള ഒരാളുടെ നമ്മൾ നോക്കിയായിരിക്കും എഴുതുന്നത്. എല്ലാവരും അവരുടെ ബുക്കായിരിക്കും നോക്കി എഴുതുന്നത്, അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, എനിക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കാം. അപ്പം പറയും, അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറയും, നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നിനക്ക് അടിയും വഴക്കൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പം ടീച്ചേഴ്സ് നമ്മളെ വഴക്ക് പറയില്ലായിരിക്കും മറ്റേ കുട്ടികളെ പോലെ, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ഒരു കമന്റ് കേട്ട പിന്നെ ഞാൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്തിട്ട് വരും. കാരണം എന്താ, എനിക്ക് വിഷമം തോന്നുന്നത് അവര് ചെയ്യുന്ന അതേ റീസണിലാണ് നമ്മൾ ഹോംവർക്ക് ചെയ്യാതെ വരുന്നത്. അതെനിക്കൊരു എക്സ്ട്രാ അതെ. അപ്പൊ നമ്മളെയും അവരെ അവിടെ അന്നേരം നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് പരിഗണന കിട്ടിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പരിഗണന കിട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പിന്നെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്തിനാണ്? അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. മീൻസ് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്യാത്തവർ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇരുന്നോളാൻ പറയും. അപ്പൊ നമുക്ക് അത് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ നമുക്കൊരു എന്താ പറയാ, ഒരു അവഗണന എന്നല്ല, ഒരു എന്തോ ഒരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പിന്നെ നമുക്ക് ചില ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്ത്, അയ്യോ പാവം കുട്ടി, അങ്ങനെ ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാറുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും, അല്ലേ? അപ്പൊ നമുക്ക് എന്താ പോലെ തോന്നും. അപ്പൊ ഇതൊക്കെ മാറുന്ന എപ്പോഴാ ഒരു ഒരു അവസരം വരും. അതായത് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് അപ്പൊ ആദ്യം പണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ ഈ വീട്ടിലൊരാൾ വരുമ്പോൾ ആ ഒരു അയ്യോ പാവം തോന്നുന്നതിന് പകരം ജോലി ചെയ്യുകയാണോ, ജോലി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തൊരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു അത്ഭുതം അവർക്ക് തോന്നുന്നത്. അപ്പൊ അത് നമുക്കൊരു എന്താ പറയാ, അത് വേറൊരു ഫീലിംഗ്. അത് നിങ്ങൾ ഇനി പഠിച്ച് ജോലി ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പം ചില ആളുകളൊക്കെ ഡിഗ്രി ഒക്കെ പഠിച്ചോ, PG ഒക്കെ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അതായത് നമ്മൾ അങ്ങനെയൊന്നും പഠിക്കാൻ, എല്ലാ കുട്ടികളെ പോലെ തന്നെ പഠിക്കാതെ വീട്ടിലിരിക്കേണ്ടവരാണ് എന്നൊരു തോന്നലുണ്ടല്ലേ. അപ്പൊ നമ്മളത് മാറ്റി കൊടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം, എനിക്ക് എല്ലാവരെ പോലെ തന്നെ പഠിക്കാൻ പറ്റും, എല്ലാവരെ പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവരെ കാട്ടിലും നമുക്ക് മുന്നിലെത്താൻ പറ്റുമെന്ന്
നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം ആ ഒരു ജോലി നമ്മൾക്ക് ജോലിയൊക്കെ ചെയ്യുന്ന നമുക്കൊരു സ്വന്തമായിട്ട് വരുമാനമൊക്കെ നമുക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയുന്നു അല്ലേ? അതൊക്കെ അത് നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു സിമ്പതി എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു അവർക്കൊരു വേറൊരു ഫീലിംഗ് ആയിരിക്കും. അത് നിങ്ങളെല്ലാവരും അനുഭവിച്ച് അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു ജോലി ഇപ്പോഴേ ഏതിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളൊരു അത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി, ഞാൻ എന്താ ജോലിയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അപ്പൊ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഫുൾ A+ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യുക. ബാക്കി എത്ര മാർക്ക് കിട്ടിയാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. ചേച്ചിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ള വ്യക്തി ആരാണ്, എന്തുകൊണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അയ്യോ ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. എനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണണം അങ്ങനെ. വേണമെങ്കിൽ മമ്മൂക്കാന്നൊക്കെ പറയാല്ലേ. മമ്മൂക്കാന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് മമ്മൂക്ക. അങ്ങനെ സെലിബ്രിറ്റീസിനാ ഉദ്ദേശിച്ചെങ്കില് ഇതിലില്ലാത്ത ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നതാണ്. നമ്മൾക്ക് തരാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താ ചേച്ചി? അത് ഞാനിപ്പം തന്ന ആ ഒരു സെയിം കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം പറഞ്ഞൊരു കാര്യം അതാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ചോദിക്കാറുണ്ടെങ്കിൽ വീട്ടിലൊക്കെ വരുമ്പോ എന്താ നടക്കാത്തെ, ഇങ്ങനെ സിമ്പത്തി ഇങ്ങനെ. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ പാവായിട്ട് അയ്യോ നാണിച്ച് അങ്ങനെ ഇരിക്കാതെ, ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്, ദേവിക കുട്ടി എൻ്റെ അടുത്ത് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചാടി നല്ല സ്മാർട്ടായിട്ട് സംസാരിച്ചല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ആരെങ്കിലും കാണുമ്പോഴോ ഒക്കെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കണം, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. അപ്പൊ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. നമ്മുടെ അയ്യോ പാവം കൊച്ച്, അയ്യോ വീൽചെയറിൽ ഇരിക്കുവാണല്ലോ. ഞാനും പാവാണ്, ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാ. പിന്നെ ചേച്ചിയുടെ ആരും സംസാരിക്കാത്തോണ്ട് ഞാൻ സംസാരിച്ചേ ഉള്ളൂ. അങ്ങനെ വേണം എല്ലാ സ്ഥലത്തും. നമ്മളിപ്പോ പുറത്തു പോയാലും ഇങ്ങനെ തന്നെ വേണം. എനിക്ക് ഭയങ്കര സ്മാർട്ടായിട്ട് തോന്നി വേദു അങ്ങനെ സംസാരിച്ചു. അപ്പം വേദുവിന് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വേദുവിനെ ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ, നിങ്ങളുടെ എല്ലാവരോടും ആയിട്ട് പറയുന്ന. അപ്പൊ നിങ്ങൾ പോകുമ്പം നിങ്ങൾ അതുപോലെ അല്ല ഞാൻ വിചാരിച്ചു ചേച്ചി ഞാനാണ് പാവം എന്ന് പറയാൻ വരികയായിരുന്നു. ഇല്ല, പാവായിക്കോട്ടെ. പക്ഷെ നമ്മൾ എന്താ ഒരുപാട് പാവാവാതിരിക്കുന്നതാണെന്നല്ല. ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാനിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ നാണിച്ചൊക്കെ നിൽക്കും. ഇപ്പോഴും കുറച്ചൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ എഫേർട്ട് എടുത്തിട്ട് അവരുടെ അടുത്ത് സംസാരിക്കും. എമിയൊക്കെ സംസാരിക്കുന്നില്ല, എനിക്ക് എപ്പോഴും എമിയുടെ അടുത്ത് കുശുമ്പാ അവളെ സംസാരിക്കുന്ന കാണുമ്പോൾ. അപ്പൊ നമ്മളെന്താ, അപ്പൊ നമുക്ക് ചിലപ്പം നമ്മുടെ വീട്ടിൽ വരുമ്പോ ഒക്കെ സംസാരിക്കാലോ. ഇവിടെ ആൾക്കാർ വരുമ്പോഴും നമ്മൾ അവരോട് പിന്നെ എന്താ സ്മാർട്ടായിട്ട് അവരുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം. അത് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ മുമ്പിൽ കാണിക്കണ്ട. നമ്മള് കുറച്ച് സംസാരിക്കുന്ന ആളൊക്കെയാന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളടുത്ത് പറയാം, നമ്മൾ സ്മാർട്ടായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെ ഒരു അസുഖമാണ്, എന്ത് പറ്റി അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞൊരു അസുഖമാണ് എന്ന് സ്മാർട്ടായിട്ട് അങ്ങോട്ട് പറയുക. ഇത് ഒന്നും മീൻസ് നമ്മളെ പോലെ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് അസുഖാന്ന് വെച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് നമ്മളെല്ലാവരെ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നു അല്ലേ. അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മളും അങ്ങനെയാണ്, നമ്മുടെ അടുത്ത് സിമ്പതിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. നമ്മൾക്കും നമ്മളെ പാരന്റ്സിനൊന്നും കുഴപ്പമില്ല, അവർക്ക് എന്താ കുഴപ്പമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇങ്ങനെ അസുഖമാണ് എന്ന് നമ്മൾ ഉറച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്തുനിന്ന് അവരുടെ റെസ്പോൺസ് വേറെ ആയിരിക്കും.
ഞാനും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ വിചാരിക്കാം പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഇതേപോലെയൊക്കെ സംസാരിക്കായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നാറുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ ഞാൻ പണ്ട് ചെയ്യാതിരുന്ന ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്ന, ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് സ്കൂളിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടി നമ്മൾ ഞാൻ കൂടുതലും ഓൺലൈനാണ്. ഓൺലൈൻ ആണെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ പോകാം. അല്ലെങ്കിൽ എക്സാമിന് പോകും. എക്സാമിനല്ലാതെയും വേണമെങ്കിൽ കലോത്സവം പരിപാടിയൊക്കെ വരുമ്പം സ്കൂളിൽ പോകാം. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് നല്ല എനിക്ക് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നോക്കുമ്പോ എന്താ നോക്കണേ, അപ്പൊ ഒരു ഷൈ അത് ഉണ്ടായിരുന്നു. നമുക്കുണ്ടാവും, തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അത് മൈൻഡ് ചെയ്യണ്ട. ഞാനും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഇരുന്നാ മതി. മീൻസ് എനിക്കറിയാം, നമുക്ക് മനസ്സിലാകുമല്ലോ. നമ്മളും ഇതേപോലെ തന്നെ കടന്നു വന്നവരാണ്. അപ്പം നമ്മളെ എടുത്തിട്ട് ചിലപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് വരെ നമുക്ക് ഇങ്ങനെ, ഞാൻ പുറത്തിറങ്ങില്ല, ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. നടക്കില്ല. പുറത്തോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ പഠിച്ച സമയത്ത് പോലും വീൽ ചെയർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നോർമൽ ഒരു ചെയറിലായിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും വീൽ ചെയറിൽ ഇരുത്തിയിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം. പക്ഷെ എനിക്ക് ഇന്ന് അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ആലോചിക്കുകയാണ്, എനിക്ക് പുറത്തോടൊക്കെ പോകായിരുന്നു, എന്തിനാണ് ഞാൻ അവിടെ ഇങ്ങനെ മടിച്ചിരുന്നത് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്കൂളിലൊക്കെ ഇരിക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് പറയും, ഞാൻ വീൽ ചെയറിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഞങ്ങൾ ഉന്തിക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യണം. എല്ലാവരുമായിട്ട് എല്ലാ സ്ഥലത്തോട്ടും പോകണം. അതുപോലെ ചിലപ്പം മിസ് ചെയ്യും നിങ്ങൾ. ചില പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ക്ലാസ് ഇല്ലല്ലോ, ഇന്നാ പ്രോഗ്രാം അല്ലേ, അതിന് പോകണ്ടാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അന്നായിരിക്കും നല്ല അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മളതൊക്കെ മിസ് ചെയ്യുകയോ ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ പറയുന്ന കലോത്സവം അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാത്തിലും പങ്കെടുക്കുക. നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇതേപോലത്തെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴോ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ സ്കൂളിൽ പോകാൻ മാക്സിമം നോക്കുക. ഞാനും കലോത്സവത്തിന് പോയിട്ടുണ്ട്. പേപ്പർ ക്രാഫ്റ്റിന് ഫസ്റ്റ് കിട്ടി. ഓ സൂപ്പർ. ക്രാഫ്റ്റ് ഒക്കെ ചെയ്തത് അയച്ചു തരണേ വാട്സപ്പില്, ചേനക്കുട്ടിയുടെ. പിന്നെ വർക്ക് എക്സ്പീരിയൻസിന്റെ ക്ലാസ്, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാറുണ്ടോ? കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ പേപ്പർ ക്രാഫ്റ്റിന്റെ അടുത്തില്ല. ഇപ്പൊ എനിക്ക് കുർബാന ക്ലബാണ് കഴിഞ്ഞപ്പോ എനിക്ക് പുതിയൊരു സാധനം കിട്ടി. ഇംബോസ് പെയിന്റ് എന്ന് പറഞ്ഞ ഒരു പെയിന്റ് ചെയ്യുന്ന സാധനം. അത് ഒരെണ്ണം ഞാൻ പെയിന്റ് ചെയ്തു, അത് ഒരാൾക്ക് കൊടുത്തു. വേറെ സമയത്ത് പെയിന്റ് ചെയ്ത് വെച്ചേക്കാം, അത് ഞങ്ങൾക്കും കൊടുക്കണം. ഓ സൂപ്പർ സൂപ്പർ. അങ്ങനെ കുറെ എണ്ണം പെയിന്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും പരിപാടിക്ക് ഒക്കെ വെക്കാം. പിന്നെ ഇപ്പൊ ക്രോഷ്യൻ ബുക്ക് ചെയ്യാൻ തുടങ്ങി. സൂപ്പർ. ഞാനും ചെയ്യുമായിരുന്നു. നമ്മൾ ക്രോഷ്യ ചെയ്താൽ ചെയ്തോണ്ടേയിരിക്കാൻ തോന്നും പഠിച്ചു കഴിയുമ്പോൾ. അടിപൊളി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? തീർന്നോ? ഇനിയും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഓക്കെ. സ്റ്റേജിലും കോമ്പറ്റീഷനിലും ഒക്കെ ചേച്ചി പങ്കെടുക്കാറുണ്ടോ? ആ അനുഭവങ്ങളൊക്കെ ഒന്ന് ചേച്ചി പങ്കുവെക്കാവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതലും മറ്റ് വരയ്ക്കാനുള്ള ഞാൻ ഇതുവരെ പങ്കെടുത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ അതായത് PG പഠിക്കാൻ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ചെയ്യുന്ന സമയത്ത് ഒറ്റ ഒരു പ്രാവശ്യമാണ് ഞാൻ വരയ്ക്കുന്ന. ആ സമയത്താണ് കുറച്ചൊക്കെ വരയ്ക്കാനൊക്കെ തുടങ്ങി, മത്സരത്തിന് പങ്കെടുത്തത്. അതുവരെ ഞാൻ സ്കൂളിലൊന്നും ഒരു മത്സരത്തിനും വരയ്ക്കാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പങ്കെടുക്കുക അപ്പൊ എൻ്റെ വിചാരം ഞാൻ നന്നായിട്ടൊന്നും വരയ്ക്കത്തില്ല എന്നായിരുന്നു. പക്ഷെ ആ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും കലോത്സവങ്ങൾക്കൊക്കെ പാട്ടിനൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലൈറ്റ് മ്യൂസിക്, മലയാളം പദ്യം, ഹിന്ദി മാപ്പിളപ്പാട്ട്, സംഘഗാനം, ദേശഭക്തിഗാനം,
അതുപോലുള്ള മത്സരങ്ങൾക്കൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും ടീച്ചേഴ്സിന്റെ കൂടെ സ്കൂളിൽ നിന്ന് വരുമ്പം ഞാൻ എൻ്റെ പേരൻസിന്റെ കൂട്ടത്തിലാണ് പോകുന്നത്. വേറെ സ്കൂളുകളിൽ വെച്ച് ഉപജില്ലാ കലോത്സവം ഒക്കെ വേറെ സ്കൂളിൽ വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. പോയിട്ടുണ്ട്. കേൾക്കുന്നില്ലടാ. ലൈവ് മ്യൂസിക്കിനെ സ്റ്റേജിൽ പോയിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ. സ്റ്റേറ്റില് ആ അടിപൊളി. ഓ സൂപ്പർ സൂപ്പർ. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മോളുടെ പാട്ട്. എനിക്ക് ഓർക്കുന്നില്ല. പാട്ട് അയച്ചു തരണം കേട്ടോ. മ്യൂസിക് ഞാൻ പെരിയാറിൽ പാടിയിരുന്നു. അന്ന് ഞാൻ ആനിവേഴ്സറി പ്രോഗ്രാം ഇപ്രാവശ്യത്തെയാ? ഈ പ്രാവശ്യത്തെ ഈ അന്ന് ഈ സെഷൻ കഴിഞ്ഞിട്ട് ഒരു പാട്ട്, വേദുവിന്റെ പാട്ട് എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ പ്രോഗ്രാം പങ്കെടുത്തില്ലായിരുന്നു. അന്നേരം ഇവിടെ എൻ്റെ വീട്ടില് എൻ്റെ ബ്രദറിന്റെ കല്യാണമായിരുന്നു. കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് ആ പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റിയില്ല. സെഷൻ അവസാനിക്കുന്നത് വേദുവിന്റെ പാട്ടാണേ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. ചേച്ചിക്ക് മൈൻഡില് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ? മൈൻഡില് ഞാൻ ആക്റ്റീവ് ആകുന്നതെന്ന് വെച്ചാല് ഞാൻ ആദ്യം തൊട്ടേ മൈൻഡിൽ അംഗമാണ്. മൈൻഡ് തുടങ്ങുന്ന സമയം തൊട്ടേ മൈൻഡിലുണ്ട്. പക്ഷെ അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ സ്കൂളിലത്തെ പരിപാടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അറിയാമോ? മൈൻഡിന്റെ വുമൺസിന്റെ ഒരു ഗ്രൂപ്പാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എമി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും. എമിയും പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ മൈൻഡിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. മൈൻഡിൽ വന്നതിന് ശേഷമുള്ള മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോയി നമ്മൾ പിന്നെയും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ പിന്നെ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മളെ പോലെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അതിൻ്റെതായ കുറെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് മനസ്സിലാവും. നമ്മുടെ മറ്റ് സ്കൂളിലെ ഫ്രണ്ട്സിനെക്കാട്ടും ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളെ പോലെയുള്ള വീട്ടിലിരിക്കുന്ന ഇപ്പം നമ്മൾ നേരത്തെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമുക്കും അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു മനസ്സിലായി. അങ്ങനെയൊക്കെ അതൊക്കെയാണ് മെയിനായിട്ടും മൈൻഡിൽ നിന്ന് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. പിന്നെ നിങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് മൈൻഡിൽ ജോയിൻ ചെയ്തതുകൊണ്ടാണല്ലോ. അതെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യാത്രകൾ ഒത്തിരി ചെയ്യാറുണ്ടോ? ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ? ഞാന് യാത്രകൾ വളരെ കുറച്ച് ചെയ്യുന്ന ആളാണ്. കാരണം യാത്ര ചെയ്താൽ പെട്ടെന്ന് ക്ഷീണം വരും. അതുകൊണ്ട് യാത്ര ചെയ്യാൻ എല്ലാവരെയും പോലെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സ്ഥലങ്ങളൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ യാത്ര ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുക, യാത്ര ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എനിക്കൊരു മാജിക് പവർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറയും, കണ്ണടയ്ക്കുമ്പോഴത്തേനും അവിടെ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം ഇരുന്ന് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പൊ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് സ്വിറ്റ്സർലൻഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസൊക്കെ കാണുമ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ ഫോട്ടോസൊക്കെ കാണും. ഈ കേരളത്തിൽ തന്നെ പകുതി സ്ഥലത്ത് പോയിട്ടില്ല. പിന്നെ ആഗ്രഹമൊക്കെ അങ്ങ് വലിയ സ്ഥലമാണ്. ഇരിക്കട്ടെ അല്ലേ, എപ്പോഴെങ്കിലും പോകാൻ പറ്റിയാലോ. അതെ അതെ. വേദുവിന് ഏത് സ്ഥലമാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടം ഇംഗ്ലണ്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും പോണം. അവിടെ ഓ സൂപ്പർ. വീൽ ചെയർ ഫ്രണ്ട്ലി ആയോണ്ടാ എനിക്ക് ഇഷ്ടം അവിടെ. അതെ അത് ശരിയാ, കറക്റ്റാ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കിട്ടിയ ഒരു ഗുണപാഠം ഏതാണ്? ഒരു മോറൽ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മള് നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മള് എന്ത്
ശക്തമായിട്ട് നമ്മൾ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ആണ് ഏറ്റവും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വിചാരിക്കും, പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തത്, ചില കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായി ഇത്രയും ചില ദുരിത സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. ലൈക്ക് നമുക്കിപ്പം നിങ്ങളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ഫോട്ടോയാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ പാവ ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കരയുക. അപ്പൊ ആ പിക്ചറിന്റെ വേറൊരു സൈഡ് ഉണ്ട് ആ പിക്ചറിന്. ആ പുറകിൽ നിന്നുള്ള വ്യൂ നോക്കുവാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ കൈ ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു കൈ പുറകിൽ കെട്ടി വെച്ചേക്കുക, ഒരു കൈ ആ കുട്ടിയുടെ പാവ തട്ടിപ്പറിച്ച് വാങ്ങുക. അപ്പോ പുറകിലത്തെ കയ്യിൽ വലിയൊരു പാവയുണ്ട്. ആ പാവ എന്താണ്, ആ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടി കാണുന്നില്ല. അപ്പൊ കുട്ടി എന്താ വിചാരിക്കുന്നത്, അയ്യോ എന്റെ ഈ പാവ തട്ടിപ്പറിക്കുവാണല്ലോ എന്ന്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ. ചിലപ്പം ദൈവം നമുക്ക് വലിയൊരു ഇതിനെക്കാട്ടും നല്ലൊരു സമ്മാനം പുറകെ വരുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പം ചില സങ്കടങ്ങളൊക്കെ തോന്നുന്നത്. അപ്പൊ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ഒരു നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിനെന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, നേരെ തിരിച്ചും. അപ്പം സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കേണ്ട, ദുഃഖം വരുമ്പോഴും അങ്ങനെ ദുഃഖിച്ചൊന്നിരിക്കേണ്ട, അതിന്റെ തൊട്ട് പുറകെ വരുന്നുണ്ട് സന്തോഷം. അതെ. അപ്പൊ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ. ഇനിയും ആർക്കെങ്കിലും വേറെ വല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ? ഇതാ നഫീസ ഒന്നും ചോദിച്ചില്ലല്ലോ. നഫീസ കിടക്കുവാണോ? നഫീസ്, ഹലോ. ഹായ് നഫീസ. നഫീസ എത്രാം ക്ലാസ്സിലാ? ഇനി 7ക്ക് ജന്നത്ത് എന്ന പേര്. ജന്നത്ത്. ഓക്കെ ഓക്കെ. അതിൻ്റെ അകത്ത് നഫീസ എന്ന് കണ്ടുകൊണ്ടാട്ടോ. എന്താണ് ഇങ്ങനെയെല്ലാം കേട്ടോണ്ട് കിടക്കുവല്ലേ മിണ്ടാതെ? കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ്? ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ചേച്ചി, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ചോദിച്ചോ. ചേച്ചി ഇപ്പൊ വരക്കണൊക്കെ ഇല്ലേ? എനിക്കും വരക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ അങ്ങനെ വരക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ടിപ്പ് എന്താ? വരച്ചു നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യിക്കുക. എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ വരയ്ക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കി വരയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കി വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കൂടുതൽ അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ പുതുതായിട്ട് വേറെ ഒന്ന് അടുത്തത് ഇങ്ങനെ വരയ്ക്കാമെന്ന് തോന്നും, അങ്ങനെ വരയ്ക്കാമെന്ന് തോന്നും. എന്നിട്ട് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇതിൽ ഇടണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം. അത് ചുമ്മാ വരച്ചിട്ട് അങ്ങനെ ഒളിപ്പിച്ച് വെക്കരുത്. അതാണ് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് വരയുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമല്ല, ബാക്കി എന്താണെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു ഡ്രീം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഡ്രീം, നിങ്ങളൊരു കളക്ടർ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കളക്ടറായിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം. നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഞാൻ വരുന്നു, ഞാനിങ്ങനെ അവിടെ വന്നിരിക്കുന്നു, എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നതായിട്ട് സ്വപ്നം കാണുക. അത് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കണം. എന്നിട്ട് അതൊരു എന്താ പറയാ, അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ആ ഒരു ഇതിലിരിക്കുന്നതായിട്ട് നിങ്ങൾ ചുമ്മാ സ്വപ്നം കാണണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഡ്രീം എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങണം എന്നായിക്കോട്ടെ, ലാപ്ടോപ്പ് വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത്, മാർക്ക് കിട്ടുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുന്നതായിട്ട്, എന്തും ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയതായിട്ട്
സങ്കല്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളതിൽ അത് കിട്ടണം എന്ന് വാശി പിടിക്കണ്ട. പക്ഷേ കിട്ടുന്നത് ആലോചിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുക. അതൊരു ടിപ്പാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് അതായത് ഞാൻ പറഞ്ഞല്ലോ, മൈൻഡിന് അതിനുള്ള പവർ ഉണ്ട്. നമുക്കത് അച്ചീവ് അത് തരാൻ പറ്റും നമ്മുടെ മൈൻഡിന്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുക. നമ്മൾ പറയില്ലേ അബ്ദുൽ കലാം ഒക്കെ പറയില്ലേ സ്വപ്നം കാണാൻ. അതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു അത് നമ്മൾ ചുമ്മാ സ്വപ്നം കാണാനല്ല പറയുന്നത്. അബ്ദുൽ കലാം പറയും, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയും. അതുപോലെ തന്നെ അതാണ് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു ഒരു ആൽഫ ഇതിലായിരിക്കും. ആ ഒരു സ്വപ്നം കണ്ടുറങ്ങിക്കോളൂ. ചേച്ചിയുടെ ഡ്രോയിങ്ങിൽ നിന്ന് എത്ര വരുമാനം കിട്ടാറുണ്ട്? അത് ഓരോ പോലെ ആയിരിക്കും. നമുക്ക് ഓരോരോ വർക്കായിരിക്കില്ലേ വരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനമൊക്കെ കിട്ടും. എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ചില മാസങ്ങളിൽ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തതിനെക്കാട്ടും കുറവായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വരച്ചിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ പറയും, കോണ്ടാക്ട് ചെയ്യും. അതുപോലെ ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ? ചേച്ചി ഒരു ചോദ്യം കൂടി ഉണ്ട്. ചോദിച്ചോ. ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ കീബോർഡ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഇനിയും പഠിക്കാൻ എന്തൊക്കെയാ ആഗ്രഹമുള്ളത്? ഇനി പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഡിസൈനിങ് ചെയ്യാറുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ തന്നെ ഗ്രാഫിക്സ്, അതായത് മോഷൻസ്, ആനിമേഷൻസ്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ പോലെയുള്ള ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി എങ്ങനെയാ വരയ്ക്കാൻ പഠിച്ചത്? എനിക്ക് ചെറുതായിട്ട് വരയ്ക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ അടുത്ത ഡ്രോയിങ് പഠിപ്പിക്കാൻ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. ചേച്ചി തന്നെയാണോ പഠിച്ചത്, അല്ലെങ്കിൽ എല്ലായിടത്തും പോയാണോ പഠിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, യൂട്യൂബില് നോക്കിയിട്ടാ പഠിച്ചത്. യൂട്യൂബില് നോക്കും. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗൂഗിളിലൊക്കെ ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കി വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ തോന്നും. നമുക്ക് വരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഏത് ഇതാണ് ഐപാഡ്, അതിന്റെ പെൻസിൽ കണ്ടോ, എനിക്കതിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ അയച്ചു തരാം പിക്ചേഴ്സ് ഒക്കെ. ഇതാണ് ഫാമിലി ഫോട്ടോ, കണ്ടോ? അപ്പം ആരായിരുന്നു? ആർദ്രക്കുട്ടിയല്ലേ ചോദിച്ചേ? അല്ല, ആർദ്രക്കുട്ടി. അപ്പൊ എന്ത് ചെയ്യണം, യൂട്യൂബില് നോക്കിയിട്ട് വീഡിയോസ്. ഇപ്പൊ ആർദ്രക്കുട്ടിക്ക് പിന്നെ ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ക്രയോൺസിന്റെ വീഡിയോസ് ഉണ്ട്. വാട്ടർ കളർ ആണെങ്കിൽ ജെയിൻ, സോറി പേര് മാറിപ്പോയതാ. പിന്നെ വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളറിന്റെ അടിച്ചു നോക്കി വാട്ടർ കളർ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ബേസിക്സ് ആയിട്ടുള്ള കിട്ടും. പിന്നെ അതല്ല, ഓൺലൈൻ ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനത്തേതും ഉണ്ട്. അങ്ങനത്തത് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ളത് നമുക്ക് യൂട്യൂബ് നോക്കി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന് താങ്ക്സ് പറയാൻ ഞാൻ ആമിയെ ക്ഷണിക്കുകയാണ്. ആമി. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഇന്ററാക്റ്റീവ് സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്ന് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ജലി ചേച്ചിയെ തന്നെയാണ് ഗസ്റ്റായി കിട്ടിയത്. ചേച്ചിയുടെ അനുഭവം നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇനിയുള്ള കാലത്ത് നമുക്കും ഇതുപോലെ സ്വന്തമായി കരിയറൊക്കെ കണ്ടെത്താൻ പറ്റുമെന്നതൊരു പ്രതീക്ഷയാണ്. അപ്പം അതെല്ലാവർക്കും പറ്റട്ടെ, എല്ലാവർക്കും പറ്റും. നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച അഞ്ജലി ചേച്ചിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രോഗ്രാം ആങ്കറിംഗ് ചെയ്ത വേദികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.
അതേപോലെ പ്രോഗ്രാം അതും വേദിക തന്നെയാണ്, അല്ലെ, വെൽക്കം ചെയ്തതും വേദിക തന്നെയാണ്. അപ്പോൾ വേദികക്ക് ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. ഇനി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പം നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിൽ കാണാം. അപ്പം എല്ലാവർക്കും ബായ്. പിന്നെ നമുക്ക് വേദികയുടെ ഒരു പാട്ടും അഞ്ജലി ചേച്ചിയുടെ അത് ഒരു ശരിയാ. പാട്ടും കൂടി കേട്ടു. അഞ്ജലി ചേച്ചി വേദികയുടെ പാട്ട് പാടണം. എന്തായാലും കേൾക്കണം. അത് ഞാൻ മറന്നുപോയിരുന്നു. താങ്ക് യു ആമിയ. വേദിക മറന്നുപോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അല്ലേ. അപ്പൊ അതിനു മുന്നേ ഈ അഞ്ജലി ഒരു ചേച്ചി പ്രോഗ്രാമിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച എമിക്കും അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പം എനിക്കും നല്ലൊരു സെഷനായി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു മൈൻഡിലെ കുട്ടികളല്ലേ, അത് ചെറിയ എന്തെങ്കിലും ഇത് നമ്മുടെ എന്തോ റിയാലിറ്റി ഷോയിലൊക്കെ റിയാലിറ്റി ഷോ അല്ല, എന്താണ് ടിവിയിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചില സമയത്ത് ഈശ്വര ഞാൻ എന്ത് പറയുമെന്നായിപ്പോയി. അപ്പോ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുട്ടി ക്വസ്റ്റ്യൻസ് അല്ല, വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എമി എന്നോട് പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ്, പക്ഷെ നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ മിടുക്കരായിട്ട് മിടുക്കി കുട്ടികളായിട്ട് ഇരിക്കുക. ഇത് ഗേൾസിന്റെ മാത്രം ടീമാണോ? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സെഷൻ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പം എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കുക. നിങ്ങൾ ചെയ്ത ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരിക. ഓക്കെ, നിങ്ങൾ ചെയ്തെല്ലാം പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയാനുണ്ടേ, മിണ്ടാവന്തരി വാരിയിലൂത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. ഓ സൂപ്പർ സൂപ്പർ, ഗൂസ് ബംസ് വന്നു. അയ്യോ, എനിക്ക് ഇതേപോലെ പാടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ രണ്ടുപേരും പാടാം. ഏതാ പാട്ട്? കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அது எழுத நினைக்கையில் வார்த்தை முட்டது. கண்மணி அன்போடு காதலை நான் எழுதும் கடிதமே, பொன்பணி உன் வீட்டு சௌக்கியமா, நான் இங்கு സൗഖ്യമേ. താങ്ക് യു. എനിക്ക് ബാക്കി അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അടിപൊളി. ഞാനൊരു പാട്ട് പാട്ടെ. പാട്ട് അങ്ങ് പാട്ട്. ഓർക്കുന്നു വയ്യരികിൽ മഴ തോറും നേരത്തായി വീടിനരികെ നിന്നു മുറിവേറ്റ ശലഭം നീ, നിറനേരാൻ ഞാനരികെ, തുണേകാൻ ഞാനരികെ, ഇന്നു ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ, കരയാൻ വയ്യാ നിന്നെ തിരിയാൻ വയ്യാ, വിധിയിൽ അവരനായി അകലുന്നു ഞാൻ, പാർക്കാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത്
കഴിയാം നനയാം വാഴാം നിൻ വധുവായി ജൂപ്പിറ്റർ മഴ നനയാം ചന്ദ്രനെ നോൽക്കിയിരിക്കാം ചൊവ്വയിൽ ഒരു മാളിക കെട്ടാം നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അലയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഞാൻ മറന്നുപോയിരുന്നു അമ്മ പാട്ട് പാടുന്നുള്ളത്. ജെയ്മി പാടുന്നുണ്ടോ? ജെയിനെ കുട്ടി. ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകൻ മുത്തായവാനെ മിന്നും സൂര്യനും ചന്ദ്രൻ ഒന്നായവാനെ കാലം കാത്തു വെച്ച രക്ഷകൻ സിംഹകരനെ ഞങ്ങൾ കണ്ണാനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എന്നാൽ കുമ്പിട്ട് ഇരുട്ട് രാജാവ് എല്ലാരും சொல்லு കാലം കാത്തു വെച്ച സ്വർഗം അണ്ടർവേൾഡ് ഇല്ലുമിനാത്തി അണ്ണൻ തടിനാടൻ കൊടമല്ലോ തിമാറ്റി ഇല്ലുമിനാത്തി അണ്ണൻ തടിനാടൻ കൊളമല്ലോ മിനാത്തി. അടിപൊളി, ഒരു അടിപൊളി പാട്ടോട് കൂടിയിട്ട്. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? എല്ലാവർക്കും പാടാനുള്ള അവസരമുണ്ട്. ജന്നത്ത് പാടുമല്ലോ. ജന്നത്ത് പാടുന്നുണ്ടോ? ജന്നത്ത് ഏത് പാട്ട് പാടണം? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ആരൊക്കെ എനിക്കൊന്നും കിട്ടിയില്ല. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കോ. അഞ്ജലി ചേച്ചി പാടിയതിന്റെ ബാക്കി പാട്ട്. അത് പാടിക്കോ. പൊന്മാനെ പൊന്മാനെ എന്ന കായം എന്നേനി താങ്ങിക്കൊള്ളും മേനി സംഗീതേ എന്റെ കാതലിൽ നിന്ന് சொல்லாமல் எங்க எங்க அழைக்க வந்தது எந்த சோகம் உன்னை தாங்கும் என்றென்று மோத வந்த அழைக்க நின்னது மனிதர் உணர்ந்து கொள்ள இது மனித காலம் அதையும் தாண்டி புனிதமானது அபிராமியே தானே தெரியுமா சிவகாமியே சிவனை நீயும் பாதியே அதுவும் உனக்கு புரியுமா கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. സൂപ്പർ സൂപ്പർ, അടിപൊളി. താങ്ക് യു. നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എനിക്കും എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ചെറിയ ബ്രീത്തിങ് ഇഷ്യൂ, നമ്മൾ കുറച്ച് ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ ഉള്ള ഇഷ്യൂ, അതിനെല്ലാവരും ഞാൻ ചെയ്യാറില്ല, നിങ്ങളെങ്കിലും ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പം നമുക്ക് കുറച്ചും കൂടെ പാടുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും. വോക്കൽ എക്സസൈസുകളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരുപാടുണ്ട്. നമുക്ക് പാടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം കൂടുതൽ ബ്രീത്തൊക്കെ നന്നായിട്ട് എടുത്ത് പാടുക. ഓക്കെ ഓക്കെ. അതപ്പം ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? ഇനി ഇവിടെ ആരായിരുന്നു? ജോർജ്. അതിന്റെ അൻസായാണോ? അൻസാമോൾ പാടുന്നുണ്ടോ? അൻസാമോൾ പാട്ട് പാടുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പാടിയ കുഴപ്പമില്ല. ഓക്കെ, എന്നാ അടുത്ത സെഷനില് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ അഞ്ജലി ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇതായിരുന്നു. ഇനിയും ഇതുപോലുള്ള നമ്മുടെ മൈൻഡ് പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, താങ്ക് യു.